ഒരു ഇളക്കി പ്രതിഷ്ഠ അനിവാര്യമാണ്. അത് CPM-ലും CPI-ലും അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ നേതൃത്വത്തിൻ്റെ പരാജയം ഇതിനകത്ത് ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, അതിന് പല കാരണങ്ങളുമുണ്ട്. സർക്കാരിൻ്റെ ദോഷം മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അതിപ്പോൾ ഗോവിന്ദ മാഷിൻ്റെ കുഴപ്പമല്ല, ബിനോയ് വിശ്വത്തിൻ്റെ കുഴപ്പമല്ല. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വളരെ ജീർണമായിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടി CPM-ന് വലിയൊരു തെറ്റെന്നറിയുമോ? ഈ കളങ്കിതനായ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഭരണം വളരെ മോശമാണ്, ജനങ്ങൾ വോട്ട് ചെയ്ത് തോപ്പിച്ചു, തെങ്ങുമ്പ കയറ്റി, ഇല്ലേ? അതെ. 99 സീറ്റുണ്ടായിരുന്ന ആളുകളെ 35-ലേക്ക് ചുരുക്കി. മറ്റവർക്ക് 102, ഇവർക്ക് 3 സീറ്റുകൾ കൊടുത്തു. ഇത് ചെറിയ കാര്യമല്ല. 102 ചെറുതല്ല, 3 ചെറുതല്ല. 3 വെച്ചാൽ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം. അപ്പം ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായതിനു ശേഷവും ഞങ്ങൾ പാഠം പഠിക്കുകയില്ല. ഞങ്ങൾ ആ നേതാവിനെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ ചുമക്കാൻ ബാധ്യസ്ഥരാണ് എന്ന സന്ദേശമല്ലേ കൊടുത്തത്. അതിപ്പോൾ പാർട്ടിക്കാരുടെ ഇടയിൽ, അനുഭാവികളുടെ ഇടയിൽ, സഹയാത്രികരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമേജ് എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ അത് കൊടുത്ത സന്ദേശം എന്താണ്? ഇനിയിപ്പോൾ ED റെയ്ഡ് നടക്കും. ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായതുകൊണ്ടല്ലേ ഇത്ര വലിയ വിഷയം. പ്രതിപക്ഷ നേതാവ് വേറെ ആളായിരുന്നു ഇരിക്കാൻ. വെറും പിണറായി വിജയൻ MLA, മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ED-ക്കാർ വന്ന് പരിശോധന എടുത്തു. അവർ വന്ന് പരിശോധന എടുത്ത് പൊട്ടേന്ന് വിചാരിച്ചാൽ മതി, ആ പ്രശ്നം തീർന്നത്. അതിന് പകരം സഖാക്കൾ കല്ലും കട്ടയുമായിട്ട് വന്ന് അവരെ ആക്രമിക്കാൻ ശ്രമിക്കും. പാർട്ടിക്കാർ പറഞ്ഞു ഇതൊന്നുമല്ല ആക്രമണം, ഞങ്ങളുടെ ആക്രമണത്തിൻ്റെ രീതി പറയണം. 51, 52 വെട്ടൊക്കെ വിട്ട്, അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരോടുകൂടി കത്തിക്കുക, ഇതൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആക്രമിച്ച പതിവ്. ഇതൊന്നും ഒരു ആക്രമണമല്ലെന്ന് പറഞ്ഞത്. അങ്ങനെ പറയാട്ടോ, പറയണതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നത് അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പോലെ ആയിപ്പോരുത്. അതാണ് നമുക്ക് ആകെ ചിന്ത. ഈ കുഞ്ഞികൃഷ്ണനാണെങ്കിലും ഗോവിന്ദനാണെങ്കിലും സുധാകരനാണെങ്കിലും ഇവരൊക്കെ ഒരു ആയുഷ്കാലം മുഴുവനും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. സുധാകരൻ പിന്നെ പല പ്രാവശ്യം MLA ഉണ്ട്. മറ്റൊരു MLA മന്ത്രി ഒന്നും ആകാൻ ആഗ്രഹിച്ചവരല്ല, അതിനൊന്നും തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ താല്പര്യമുള്ളവരുമല്ല. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ്റെ പരാതി എന്തായിരുന്നു? പയ്യന്നൂർ സീറ്റിൽ അല്ല, തളിപ്പറമ്പിൽ ഒരു പുതിയ ഗോവിന്ദ മാഷ് മാറി പുതിയ സ്ഥാനാർത്ഥി വരുന്നു. അവിടെ വനിതാ സ്ഥാനാർത്ഥി വേണമെന്ന് പറഞ്ഞു. അവർ സുകന്യ എന്ന് പറഞ്ഞ് ഒരുപാട് കൊല്ലം SFIയിൽ പ്രവർത്തിച്ച, പണ്ട് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർപേഴ്സണൊക്കെ ആയിരുന്ന ഒരു വനിതയുണ്ട്. നമ്മുടെ സഖാവ് ജെയിംസ് മാത്യുവിൻ്റെ സഹധർമ്മിണിയാണ്. അവരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് കുറേ ആളുകൾ അതിനെ പിന്തുണക്കും. അവരെ നിഷ്കരണം മാറ്റിയിട്ട് ഗോവിന്ദ മാഷിൻ്റെ ഭാര്യ സ്ഥാനാർത്ഥിയിട്ടു. ഇത് തെറ്റാണെന്ന് പറഞ്ഞാണ്. അല്ല, അതിനാണ് ഈ ഗോവിന്ദനെ, കുഞ്ഞികൃഷ്ണനല്ല, കുഞ്ഞികൃഷ്ണൻ മറ്റേ രക്തസാക്ഷി ഫണ്ട് കേസില്ല. അതിൽ ന്യായമാണെന്ന് ജനങ്ങൾക്ക് തോന്നി. തളിപ്പറമ്പ് പോലൊരു സീറ്റിൽ CPM തോക്കണമെങ്കിൽ പണിയെത്രണെന്ന് പറയും. തൃക്കരിപ്പൂരിൽ എങ്ങനെ തോറ്റു, പയ്യന്നൂർ എങ്ങനെ തോറ്റു, തളിപ്പറമ്പിൽ എങ്ങനെ തോറ്റു, നാദാപുരത്ത് എങ്ങനെ തോറ്റു, കുറ്റ്യാടിയിൽ എങ്ങനെ തോറ്റു, പേരാമ്പ്രയിൽ എങ്ങനെ തോറ്റു? ഇതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളല്ലേ. ഈ മണ്ഡലങ്ങളിലൊക്കെ ഏതെങ്കിലും കാലത്ത് കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ജയിക്കാമെന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. സ്വപ്നം കാണാത്ത സീറ്റുകളിലാണ് കോൺഗ്രസ് ജയിച്ചതല്ല, കോൺഗ്രസിനെ പാർട്ടിക്കാർ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അതല്ലേ കോഴിക്കോട് 1-ാം മണ്ഡലത്തിൽ നിന്ന് തോറ്റ, 1-ാം മണ്ഡലത്തിൻ്റെ പേര് കോഴിക്കോട് നോർത്തെന്ന്. ആ സഖാവ് തോട്ടത്തിൽ രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അഴിമതിക്കാരനൊന്നുമല്ല, ജനങ്ങൾക്ക് പൊതുവെ സ്വീകാരനായിട്ടുള്ളൊരു വ്യക്തിയാണ്. നേരത്തെ കോഴിക്കോട് മേയറായിരുന്ന ആൾ, കഴിഞ്ഞ 5 കൊല്ലം MLA ആയിരുന്ന ആൾ. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം ചാനലുകാർക്ക് കൊടുക്കുന്ന ബൈറ്റുണ്ട്. പുള്ളി പറയുന്നത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കല്ലേ, ഇത് CPM തോക്കുക. അന്യതാ CPM-ന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ, CPM ശക്തി കേന്ദ്രങ്ങളിൽ BJP-യുടെ വോട്ട് കുത്തനെ വർദ്ധിച്ചിരിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 കിട്ടിയ അതേ വോട്ട് തന്നെ ഇത്തവണ കിട്ടിയിട്ടുള്ളൂ. സ്ഥാനാർത്ഥി വേറെ ആയിരുന്നു പറഞ്ഞു. പക്ഷേ LDF-ൻ്റെ വോട്ട് കുറയും, BJP-യുടെ വോട്ട് കൂടും. ഇതാണ് സംഭവിച്ചത്. അത് തന്നെയാണ് കോഴിക്കോട് സൗത്തിലും കാണുന്നത്. അപ്പോൾ ഇത് നൽകുന്ന വ്യക്തമായ സന്ദേശമുണ്ട്. അതെന്താ അറിയാമോ? അതാണ് പ്രധാനം. CPM തളരുകയാണ്, UDF വളരുകയല്ല. UDF-ന് പണ്ട് കിട്ടിയ വോട്ട് ഇപ്പോഴും കിട്ടുന്നുണ്ട്. നാട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കൊട്ടം. ഇതാണ് സംഗതി. ഇത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കണ്ടു. എളവരം കരീമിൻ്റെ വോട്ട് കുറഞ്ഞുകൊണ്ടാണ് MK രാഘവൻ്റെ ഭൂരിപക്ഷം കൂടിയത്. രാഘവന് പണ്ട് കിട്ടിയ വോട്ടിനേക്കാളും വലിയ കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കരീമിൻ്റെ വോട്ട് കുറഞ്ഞപ്പോൾ എവിടെ കൂടിയത് MT രമേശിനാണ്. രമേശ് അതുകൊണ്ട് ജയിക്കുന്നില്ല, അത് വേറെ കാര്യം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല മാറ്റങ്ങളും, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് പാർട്ടിക്കാർക്ക് മനസ്സിലാവുന്നില്ല. അതിന് പകരം സാമ്രാജ്യത്വം, ഫാസിസം എന്നൊക്കെ പറഞ്ഞാൽ ഈ വക പിത്തലാട്ടമൊന്നും കേട്ട ആളുകൾ പഴയ പോലെ പേടിക്കില്ല. ജനങ്ങൾക്കൊക്കെ അറിയാം സാമ്രാജ്യത്വം എന്നൊക്കെ പറഞ്ഞ് ഇത്രയുള്ളൂ. ഫാസിസം എന്ന് പറഞ്ഞാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെ കാലാകാലങ്ങളിൽ കൊച്ചു പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടി കോക്കാച്ചി വരും എന്ന് പറയില്ല.
അങ്ങനെ വരും ഞങ്ങളുടെ ഈ മധ്യ കേരളത്തിലേക്കുണ്ട്. കോക്കാച്ചി എന്താണെന്ന് ആർക്കും അറിയില്ല. കുട്ടികൾ കേൾക്കുമ്പോൾ പേടിക്കും. എന്ന് പറഞ്ഞ പോലെ കോക്കാച്ചി വരും, സാമ്രാജ്യത്വം. ഈ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം? വടക്കൻ കൊറിയ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലേ ഉണ്ടത്. ചൈനയിൽ പോലുമില്ല. വിയറ്റ്നാമിലൊക്കെ പണ്ടേ തന്നെ അതൊക്കെ സോഷ്യൽ ഡെമോക്രസികളായിട്ട് മാറി. സോവിയറ്റ് യൂണിയൻ എന്നേ തകർന്നു. അപ്പോൾ അങ്ങനെ വടക്കൻ കൊറിയ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു പരിസ്ഥിതി കാണിച്ചിട്ട് സാമ്രാജ്യത്വം നമ്മളെ വേട്ടയാടുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ ചിരിക്കും എന്നല്ലാതെ ഒരു വിശേഷമില്ല.